നമുക്കറിയാം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ മിഹ്നത്ത് പരീക്ഷണങ്ങൾ. ഖൽഖുൽ ഖുർആന്റെ വാദത്തില് അവരുടെ കൂട്ടുകാരനായിരുന്ന സമകാലികനായിരുന്ന ബഹുമാനപ്പെട്ട അലിയിൽ മദീനി തങ്ങൾ പറയുന്നുണ്ട്, ഇസ്ലാം ലോകത്ത് അള്ളാഹു നിലനിർത്തിയത് രണ്ട് മഹാമനുഷ്യരെ കൊണ്ട. ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അയ്യാമർ റിദ്ദ, രണ്ടാമത്തത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് അയ്യാമൽ മിഹ്ന. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചേർത്ത് പറയാൻ മാത്രം ജീവിതത്യാഗങ്ങളുണ്ടായ മഹത്വമുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങള്, അവര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദ് ഷാഫി ഇമാമിന് സ്വപ്നം കാണിക്കുകയാണ്. അഹ്മദിനോട് പറയണം, വലിയ പരീക്ഷണം വരും, ക്ഷമിക്കണം, അള്ളാഹു വലിയ സ്ഥാനം നൽകാൻ പോകുന്നുണ്ട്, പരീക്ഷണം വലുതായിരിക്കും, അതുകൊണ്ട് ക്ഷമിച്ചു നിൽക്കണമെന്ന്. മിസ്റിൽ നിന്ന് ഇമാം ഷാഫി തങ്ങള് ബഗ്ദാദിലുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഈ സന്ദേശം ശിഷ്യന്റെ അടുത്ത് കൊടുത്തേക്കാണ് എഴുതിയിട്ട്. റബി എന്ന ശിഷ്യനായ എഴുത്തുമായി ചെല്ലുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കാണ്, ഈ കത്തിലുള്ളത് നീ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. പൊട്ടിച്ചു വായിച്ചു, കരഞ്ഞു, സന്തോഷം കൊണ്ട് കരഞ്ഞു. റബി എന്നവർ ചോദിച്ചു, എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ ഉസ്താദായ ഇമാം ഷാഫി തങ്ങൾ സ്വപ്നത്തിൽ കണ്ടെന്നും അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബലോട് പറയണം, വലിയ പരീക്ഷണം വരുന്നു, ക്ഷമിക്കണമെന്ന്, വലിയ സ്ഥാനം വരുന്നു. ആ സന്തോഷ വാർത്ത, പരീക്ഷണം വരുമെന്നത് അവർക്ക് സന്തോഷമാണ്. കാരണം അള്ളാന്റെ റസൂലല്ലേ പറയുന്നത്. റബി എന്നവർ പറഞ്ഞു, സന്തോഷ വാർത്തക്ക് അറിയിച്ചാൽ എന്തേ സമ്മാനല്ലേ എന്ന് ചോദിച്ചു. തിരിച്ചു പോകാനായപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് അവര് ധരിച്ചിരുന്ന കോട്ടുമാറ്റി അതിനുള്ളിലിട്ടിരുന്ന അവരുടെ ശരീരം സ്പർശിച്ച ആ വസ്ത്രം അഴിച്ചു കൊടുത്തു. റബീ തങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശരീരം തൊട്ട വസ്ത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ നിധിയുമായി വീണ്ടും മിസ്റിലേക്ക് യാത്ര ചെയ്യുക. ദിവസങ്ങൾ ഒരുപാട് പിടിക്കും ഒട്ടകപ്പുറത്ത്. അവിടെ എത്തി ഞാൻ ഷാഫി തങ്ങളോട് വിവരമൊക്കെ പറഞ്ഞു. ഷാഫി തങ്ങൾ ചോദിച്ചു, സമ്മാനം എന്തെങ്കിലും തന്നോ? സമ്മാനം കിട്ടി. എന്താണ്? അവരുടെ ഖമീസുഹുല്ലദീ മസ്സ ജിൽദഹു, അവരുടെ ശരീരം സ്പർശിച്ച ഖമീസ് എനിക്ക് തന്നു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ലാ ഉഫ്ജിഅക ഫീഹി, നിനക്ക് കിട്ടിയ ഹദിയയിൽ നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് എനിക്ക് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ വലാകിൻ ബുല്ലഹു ബിൽമാ, അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എനിക്ക് തരിക. അതബറകു ബിഹി, സ്വന്തം ശിഷ്യൻ ധരിച്ച വസ്ത്രം. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ആ ശിഷ്യൻ ധരിച്ച വസ്ത്രം അതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം എനിക്ക് തരിക. അതബറകു ബിഹി, ഞാൻ ബറക്കത്തെടുക്കാൻ എന്ന് പറഞ്ഞ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് ഖൽഖുൽ ഖുർആന്റെ മിഹ്നത്തില് ആ സംഭവം ഒന്നും ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുന്നതാ. അവസാനം അവര് മുഅ്തസിം, വാസിത്ത്, ഹറൂൺ റഷീദിന്റെ മക്കള് മഅ്മൂൻ മുതൽ തുടങ്ങിയതായി പ്രശ്നം. ഹറൂൺ റഷീദ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ മഅ്മൂൻ അവസാന കാലത്ത് മുഅ്തസിലത്തിന്റെ പിടിയിൽപ്പെട്ടു. എന്നിട്ട് ഖൽഖുൽ ഖുർആൻ വാദത്തിന്റെ ആളായി. മഅ്മൂൻ മരണപ്പെട്ടു, മുഅ്തസിം വന്നു, വളരെ ശക്തമായി ഖൽഖുൽ ഖുർആന് വേണ്ടി വാദിച്ചു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഖുർആൻ ഗൈറു മഖ്ലൂഖാണെന്ന് പറഞ്ഞപ്പോ കൊട്ടാരം മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായി ചാട്ടവാറടികള്. ആരെയാ തല്ലുന്നത് നിങ്ങൾ ഓർക്കണം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൈ കൂട്ടി കെട്ടിയിട്ട് പിന്നിൽ നിന്ന് അടിക്കുകയാണ്. ഒരാള് 2 അടി ചാട്ടവാറ് കൊണ്ട്, അടുത്ത മറ്റൊരാൾ അടുത്ത 2 അടി, പിന്നെ ആദ്യത്തെ ആള് 2 അടി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശരീരം, അവര് പറയാണ്, എന്റെ വസ്ത്രത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ഷഅറാത്തു ശരീഫ, അവിടുത്തെ ബറക്കത്തുള്ള മുടി ഞാൻ തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുപ്പായത്തിൽ. പക്ഷെ ആ കുപ്പായൊക്കെ അവർ അഴിപ്പിച്ചു. എന്നിട്ട് അവസാനം ഒരു സിർവാലാണ്. ആ സിർവാൽ അടികൊണ്ട് അവസാനം ഇത് താഴേക്ക് ഇറങ്ങിപ്പോകുമെന്ന് തോന്നിയപ്പോഴാ അവര് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചവനെ എന്റെ ഔറത്താരെയും കാണിക്കരുത്. അതുകൊണ്ട് മാത്രം ആ സിർവാൽ ഇറങ്ങിപ്പോയില്ല. അങ്ങനെ ബോധരഹിതനായി വീഴും. ബോധം വരുമ്പോ പിന്നെയും തല്ലും. ഒരുപാട് പീഡനങ്ങൾ. ഞാൻ ആ ചരിത്രമല്ല പറയുന്നത്.
മുഅ്തസിം കഴിഞ്ഞു. വാസിഖിന്റെ കാലത്തും പീഡനം തുടർന്നു. 28 മാസം 30 ചില്ലാനം മാസം എന്നൊക്കെ പറയുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിലടച്ചു. പക്ഷെ വാസിഖിന് അവസാനം മാനസാന്തരം വന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പൊരുത്തപ്പെടിക്കാൻ ആളെ പറഞ്ഞയച്ചു. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറയുകയാണ്, പൊരുത്തപ്പെടണം. തച്ചതിന്, ആക്രമിച്ചതിന്, ജയിലിട്ടതിന്. അഹ്മദ് വന്ന ആളോട് പറഞ്ഞത്, ഓരോ തല്ല് കിട്ടുമ്പോഴും ഞാൻ ആദ്യം ചെയ്തത് അത് പൊരുത്തപ്പെടാണ്. എനിക്ക് ബോധം വരുമ്പോഴൊക്കെയും ഞാൻ ആദ്യം ചെയ്തത് എന്നെ തച്ച ആൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അതിന് കാരണക്കാരായ ആർക്കും. കാരണം എന്താ? വാസിഖാണെങ്കിലും മുഅ്തസിമാണെങ്കിലും ഹാറൂൻ റഷീദ് അബ്ബാസികളാണ്, തങ്ങന്മാരാ. നാളെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എത്തുമ്പോ, അഹമ്മദേ നീ ഹക്കിന്റെ മേലിൽ തന്നെയാ, അവര് ചെയ്തത് തെറ്റു തന്നെയാ, പക്ഷേ എന്റെ കുടുംബത്തിൽ ഒന്ന് നിന്നെ കൊണ്ട് ഗതികെട്ടല്ലോ എന്ന് റസൂലുള്ളാഹിന്റെ മനസ്സിൽ തോന്നിയാൽ പിന്നെ ഞാൻ എന്തിനു പറ്റും? അവരുടെയൊക്കെ ഒരു തഖ്വ. നാളെ അള്ളാന്റെ റസൂൽ എന്നോട് കുറ്റമൊന്നും പറയില്ല. കാരണം റസൂലുള്ളാഹി എനിക്ക് സന്തോഷ വാർത്ത തന്ന, പരീക്ഷണം വരും, ക്ഷമിക്കണം. പക്ഷെ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തുമ്പോ റസൂലുള്ളാഹിന്റെ മനസ്സിൽ തോന്നുകയാണ്, അഹമ്മദ് എന്റെ കുടുംബത്തിൽ ഒന്ന് നിന്നെ കൊണ്ട് ഗതികെട്ടല്ലോ എന്നൊരു തോന്നല് വരാൻ പാടില്ല. അതുകൊണ്ട് ഓരോ തല്ല് കിട്ടുമ്പോഴും ഞാൻ പുറത്തു കൊടുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ഇപ്പൊ പൊരുത്തപ്പെടിക്കേണ്ട കാര്യമില്ല. അഹ്ലു ബൈത്തിനോട് അവർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു ആദരവും സ്നേഹവും. അവർക്ക് തല്ല് കിട്ടിയാലും അവരൊരുപാട് ജയിലിലടക്കപ്പെട്ടാലും അഹ്ലു ബൈത്തിനോട് മനസ്സിൽ ഒരു പ്രയാസവും തോന്നാത്ത ആ ഒരു ഹൃദയ വിശാലത നമ്മൾ കാണണം. പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്തിനെ പറ്റി പറഞ്ഞാൽ തീരില്ല. പക്ഷെ ഇവിടെ നമ്മൾ സമയം എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ വളരെ ചുരുക്കുക തന്നെയാണ്. പക്ഷേ നമ്മൾ കേരളീയ പശ്ചാത്തലത്തില് ഇന്നീ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഈ മഹത്തായ ക്യാമ്പസിലും ചുറ്റുവട്ടങ്ങളിലും കേരള ലോകത്ത് തുല്യതയില്ലാത്ത സൗകര്യങ്ങൾ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ കേരളം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് കടമ്മനിട്ടയുടെ പ്രസിദ്ധമായൊരു വരിയുണ്ട് ഖുറത്തിയില്. നിങ്ങൾ ഓർക്കണം നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ സ്വയം പറയണം, നമ്മൾ ഓർക്കണം നമ്മൾ എങ്ങനെ നമ്മളായെന്ന്. ഇതൊന്നും ആയിരുന്നില്ല ഈ കേരളം. ആരാണ് നമുക്കിതൊക്കെ കൊണ്ടുവന്ന് തന്നത്? അഹ്ലു ബൈത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സൗകര്യങ്ങൾ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ശംസുൽ വഹീറ എന്ന മഹത്തായ ഒരു അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യത്തെ, അതിന്റെ കൃത്യമായ അവരുടെ ഷജറ, അവരുടെ ആ വഴി, അവർ വന്ന ആ ഒരു പാരമ്പര്യം, അത് കൃത്യമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കണം. അത് അഹ്ലു ബൈത്ത് ആരാണ്, എങ്ങനെയാണ്, എവിടുന്ന. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവിടുന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ പരമ്പരയും കൃത്യമായി അതിന്റെ വിവിധ പേജുകൾ 10-60 പേജുള്ള കിതാബില് പറയുന്നുണ്ട്. കേരളത്തിലേക്ക് പോലും വന്ന, ഹദർമൗത്തിൽ നിന്ന് വന്ന, ബുഖാറയിൽ നിന്ന് വന്ന ആ പാരമ്പര്യങ്ങളൊക്കെ 1200-300 കൊല്ലക്കാലങ്ങൾ മുതൽ ഇവിടെ മഹാന്മാരായ സയ്യിദുമാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് വളപട്ടണത്ത് ആദ്യമായി അഹ്മദ് ബുഖാരി തങ്ങൾ വരുന്നു 1500-കളില്. ഞാൻ ചരിത്രത്തെ അത്ര കൃത്യമായി ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സയ്യിദുമാർ വരുന്നത് 1700-കളിലാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ്. നമുക്കറിയാം 1700-ന്റെ പകുതിയിൽ നേരത്തെ മഹാനായ കോഴിക്കോട്ട് ജിഫ്രി തങ്ങൾ വരുന്നു. പിന്നീട് ഹസൻ ജിഫ്രി തങ്ങൾ വരുന്നു. പിന്നീട് ഇവിടെ മഹാനായ മമ്പുറം തങ്ങൾ വരുന്നു. ആര് വന്നാലും ആദ്യം വന്ന മഹാനായ കോഴിക്കോട്ട് ജിഫ്രി തങ്ങളുടെ അടുക്കലാണ് പോകുന്നത്. അവര് പിന്നെ ആ കാലത്തുള്ള പണ്ഡിതന്മാർ, പൊന്നാണിയിലും മറ്റുമുള്ള മഹാന്മാരായ മഖ്ദൂമികളും പണ്ഡിതന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എവിടെയാണ് കേരളത്തിൽ ദീന്
എങ്ങനെയാണ് വിന്യസിക്കേണ്ടത് ഈ മഹാന്മാരായ സാദാത്തുക്കളെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ അമ്മാവൻ ഇവിടെ തിരൂരങ്ങാടി എത്തുന്നത്. വളപട്ടണത്തിലേക്ക് മറ്റു തങ്ങന്മാർ പോകുന്നു. ഞാൻ ആ ചരിത്ര സംഭവങ്ങളൊക്കെ കുറച്ചു അവസാനത്തെ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അങ്ങനെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് മഹാനായ ജിഫ്രി തങ്ങളും അവരുടെ മക്കളും അവരുടെ ബന്ധുജനങ്ങളും കോഴിക്കോടാണ് കേന്ദ്രം, കാലിക്കൂത്ത്. 1500കളിൽ തന്നെ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി വളപട്ടണത്ത് വരുന്നു. അതിനു മുമ്പ് ഹിജ്റ ആദ്യ കാലത്തു തന്നെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബത്തിൽപ്പെട്ട ചില സുദ്ദീഖ് പാരമ്പര്യത്തിലുള്ളവർ അവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ദീൻ അവിടെ വരുന്നത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത് വരുന്നു. ആ പാരമ്പര്യത്തിൽ അവിടെ ഖാദിമാരുണ്ട്. ആ കാലഘട്ടത്തിന്റെ ചെറിയ തോതിലുള്ള പള്ളികളും ഖളാവും ഒക്കെ ഉണ്ട്. പക്ഷെ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി 1500കളിൽ വരുമ്പോൾ പിന്നെ അവരുടെ മക്കളാണ് അവിടെ ഖാദിമാരായി വരുന്നത്. 1570കളിലാണ് സയ്യിദ് അഹമ്മദ് ശിഹാബ് കുടുംബം ആദ്യമായി ഇവിടെ വരുന്നത്. അവരുടെ മകൻ ഉമർ ശിഹാബുദ്ദീനാണ് മലബാറിൽ ഒന്ന് ഷഹീദായി എന്ന് ചില കിതാബുകളിൽ കാണാം. 1701 പിന്നീട് കൊയിലാണ്ടിയിൽ വലിയ സീദിക്കോയ തങ്ങൾ വരുന്നു. 703 സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസി തങ്ങൾ പൊന്നാണിയിൽ വലിയ ജാറത്തിങ്ങല് തങ്ങൾ അവർ വരുന്നു. 745 പിന്നെ കോഴിക്കോട്ട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ ഇരിങ്ങര വരുന്നത്. ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന അന്നത്തെ കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയാണ്, മാനവ വിക്രമൻ സാമൂതിരി. രാജാക്കൾ സ്വീകരിക്കുകയാണ്, ഭരണാധികാരികൾ സ്വീകരിച്ചിരുത്തുകയാണ്. 750 മമ്പുറം തങ്ങളുടെ അമ്മാവനായ ഹസൻ ജിഫ്രി തങ്ങൾ വരുന്നു. അവരൊക്കെ ആദ്യം പോകുന്നത് കോഴിക്കോട് ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ അടുക്കലേക്കാണ്. അത് കഴിഞ്ഞ് ശിഹാബ് കുടുംബത്തിൽ നിന്ന് ആദ്യമായി സയ്യിദ് അലി ശിഹാബുദ്ദീൻ ഹളറമി 768 വരുന്നു. അവരെയും ഷെയ്ഖ് ജിഫ്രി തങ്ങൾ സ്വീകരിച്ച് വളപട്ടണത്ത് കൊണ്ടുപോയി. അങ്ങനെ അലി ശിഹാബുദ്ദീൻ അൽ ഹളറമി തങ്ങൾ അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ മകന് അറക്കൽ രാജകുടുംബത്തിൽ നിന്നാണ് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അന്നത്തെ ഭരണാധികാരികളും രാജകുടുംബങ്ങളും ഒക്കെ സ്വീകരിച്ചത് മഹാന്മാരായ സാദാത്തുക്കളെയാണ്. കേരളം ഇസ്ലാമിന്റെ പറുദീസയാവുന്നത് അങ്ങനെയൊക്കെയാണ്. ആലിമീങ്ങൾ ഒരു വശത്തെ ഇൽമുമായി മുന്നേറുന്നുണ്ട്. അതുകൊണ്ട് വൈജ്ഞാനികമായ വലിയ മുന്നേറ്റം മഖ്ദൂമിങ്ങളുടെ നേതൃത്വത്തിൽ നമുക്കറിയാം. കേരളത്തിൽ വലിയ വൈജ്ഞാനിക മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് മുതഅല്ലിമുകളും ഇൽമുമായി ബന്ധപ്പെട്ടിടത്തും പൊതുജനങ്ങളിലേക്ക് ഈ ദീനെത്തുന്നത് എങ്ങനെ? അത് സൂഫിയാക്കളിലൂടെയാണ്, അത് ത്വരീഖത്തിലൂടെയാണ്, അത് സാദാത്യങ്ങളിലൂടെയാണ്. പൊതുജനവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് അവരാണ്. അങ്ങനെ രാജകുടുംബത്തിൽ നിന്ന്, അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് അവർക്ക് വിവാഹം ഉണ്ടാകുന്നു. പിന്നെ അവര് അന്നത്തെ കണ്ണൂർ ഭാഗത്ത് മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ട് അവർ കോഴിക്കോട്ടേക്ക് മാറി താമസിക്കുന്നു. ബാലവി ഖാദിരി ത്വരീഖത്ത് കോഴിക്കോട്ട് മാത്രമല്ല, കോഴിക്കോട്ട് അവർ താമസിക്കുമ്പോൾ ഏറനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അവർ വന്ന് ബയ്യത്ത് ചെയ്യുന്നു. നമ്മൾ ഓർക്കണം, ഇന്നത്തെ പോലെ കാറും ലോറിയും ബസ്സും ബൈക്കുമുള്ള കാലല്ല. അറേബ്യൻ നാടുകളെ പോലെ ഒട്ടകവുമില്ല. നടന്നാണ് ഈ മനുഷ്യന്മാരൊക്കെ ഏറനാട് വള്ളുവ നാടുകളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത് തങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ. ചുരുക്കി പറയാം, പിന്നെ അവരുടെ മകനായ സയ്യിദ് മെഹ്ദാർ ശിഹാബുദ്ദീൻ തങ്ങളാണ്, ഹുസൈൻ ശിഹാബുദ്ദീൻ തങ്ങളുടെ മകനായ സയ്യിദ് മെഹ്ദാറാണ് പിന്നീട് മലപ്പുറത്ത് വിവാഹം ചെയ്ത് അവിടെ മലപ്പുറം വലിയ പള്ളിയുടെ പരിസരത്ത് മഹാനായ മമ്പുറം തങ്ങൾ ഇവിടെയും മമ്പുറത്തുണ്ടായിരിക്കെ തന്നെ മഹാനായ മെഹ്ദാർ തങ്ങൾ അവിടെയും. മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ, ആത്മീയ ശിഷ്യന്മാരാ. ഒരു കാലഘട്ടം 100 കൊല്ലക്കാലം കേരളം പരിരംഭണം ചെയ്തത് ഈ ഒരു മമ്പുറം തങ്ങളെ കേന്ദ്രീകരിച്ചാണ്. മമ്പുറം തങ്ങളും അവരുടെ മകൻ, അവർ രണ്ടുപേരെയും അവരുടെ മകനെ ഇന്ന് ഇവിടുന്ന് നാട് കടത്തുകയാണല്ലോ, നമുക്കറിയാലോ. അതുവരെയും 100 കൊല്ലക്കാലം കേരളം എന്നത് മുസ്ലിം കേരളത്തിന്റെ കേന്ദ്ര ബിന്ദു മമ്പുറമായിരുന്നു. പക്ഷെ അന്ന് തന്നെ സയ്യിദ് മെഹ്ദാർ ശിഹാബുദ്ദീൻ ഹുസൈൻ ശിഹാബ് തങ്ങള് മലപ്പുറത്ത് തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതോടൊപ്പം അവർക്ക് അവിടെ ഒരു ജനാവലി അവരെ വലയം ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ മകനാണ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങള്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാണക്കാട്ടേക്ക്
ചരിത്രം വഴിമാറുന്നത് അവിടെ മുതലാണ്. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങള് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ മകനായ സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവർ ഈ തിരൂരങ്ങാടി ദർസിൽ ഒന്നിച്ചു പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുത്ബുസ്സമാനായ മഹാനായ മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളോടൊപ്പമാണ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പഠിക്കുന്നത്. മമ്പുറം തങ്ങളുമായി സ്വാഭാവികമായും വലിയ ബന്ധം. മമ്പുറം തങ്ങൾ വഫാത്താകുമ്പോൾ അതിന്റെ പരിചരണങ്ങൾ കാര്യങ്ങളിലും ഒക്കെ അവരുണ്ട്. അങ്ങനെ 1845 മഹാനായ മമ്പുറം തങ്ങൾ വഫാത്താവുന്നു.